നമസ്കാരം. ഇവർക്കിടയിൽ ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യൻ സ്പേസ് മിഷൻസിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ആണ്. ഈ ഒരു ആർട്ടിക്കിൾ എന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 23 നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്ന ദിവസമാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ISROയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതും ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ സ്പേസ് മിഷൻസിന്റെ ഒരു ആർട്ടിക്കിൾ ബേസിക്കലി നമുക്കത് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് ആ ഒരു സ്പേസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ടോപ്പിക് ടു ആൻ എക്സ്റ്റെന്റ് പറയുവാണെങ്കിൽ ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു ആംഗിൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ആർട്ടിക്കിൾ ആണ്. രണ്ടാമത്തെ ആർട്ടിക്കിൾ ബംഗ്ലാദേശിലെ ഫ്ലഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ അത് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ അവിടെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കേന്ദ്രീകരിച്ച് നല്ല മഴയൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴ ലഭിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിലെ ചെറിയ രീതിയിലുള്ള ഫ്ലഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലഡിന് കാരണം നമ്മുടെ ഇവിടെ ത്രിപുരയിലുള്ള ഒരു ഡാം ഓപ്പൺ ചെയ്തതാണ് ബംഗ്ലാദേശിൽ ഫ്ലഡിനുണ്ടായ കാരണം എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതിന്റെ പശ്ചാത്തലം ഒന്നൊരു ആർട്ടിക്കിളാണിത്. സോ എനിവേ ബംഗ്ലാദേശ് ഫ്ലഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറച്ച് പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലും അല്ലെങ്കിൽ പറഞ്ഞ ജോഗ്രഫി മെയിൻലി ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിലാണ് ആ ഒരു ഇപ്പൊ ഫ്ലഡ് ഉണ്ടായ ആ ഒരു ഡാമിൽ മീൻസ് അതിന് കാരണമായിട്ട് പറയുന്ന ആ ഒരു ഡാം ഏത് നദിയിലാണ് ഉള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിൽ പഠിക്കാനുണ്ട്. സോ ഇവിടെ നമ്മൾ മെയിൻലി ഇപ്പം ബംഗ്ലാദേശ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആസ്പെക്റ്റിൽ ആയതുകൊണ്ട് തന്നെ IR പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂലും ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി മൂന്നാമത്തെ ആർട്ടിക്കിൾ ഈ ഒരു ആർട്ടിക്കിൾ ടു ആൻ എക്സ്റ്റെന്റ് ഇത് പറയുവാണെങ്കിൽ കുറച്ചൊക്കെ ഫിലിംസിനും അതേപോലെ കുറച്ച് നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ആർട്ടിക്കിൾ സോളാർ മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ചുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു പഠനത്തിലേക്ക് വഴിതെളിക്കുന്ന പുതിയൊരു കാര്യത്തിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് വാർത്ത വന്നിട്ടുണ്ട്. സോ ഇതും ഈ പറഞ്ഞ പോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആണ്, 2 അല്ല കേട്ടോ, പേപ്പർ 3 ആണ്. 2 എന്നോട് മാറിപ്പോയതാണ്. പേപ്പർ 3 ആണ്. GS പേപ്പർ 3ക്കകത്ത് വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പെർസ്പെക്റ്റീവിൽ തന്നെയായിരിക്കും ഈ മൂന്നാമത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡീൽ ചെയ്തത്. ഇതും മെയിൻലി പറയുവാണെങ്കിൽ പ്രിലിംസിന്റെ ഓറിയന്റേഷൻ ഉള്ള ആർട്ടിക്കിൾ തന്നെയാണ്. സോ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ എഡിറ്റോറിയൽ പേജിൽ അധികം ആർട്ടിക്കിൾസ് വന്നിട്ടില്ല. കാരണം ആർട്ടിക്കിൾസ് ഉണ്ട്, ബട്ട് എക്സാം വ്യൂ പോയിന്റ് നമ്മൾ നോക്കുമ്പോഴേക്കും റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. റഷ്യ ഉക്രൈൻ വാർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. കാരണം ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉക്രൈൻ സന്ദർശിക്കാൻ പോവുകയാണ്. സോ ആ ഒരു നിലയിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. സോ റഷ്യ ഉക്രൈൻ വാറിനെയൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് നേരത്തെ ഡിസ്കസ് ഒക്കെ ചെയ്തത് കാരണം വെറുതെ റിപ്പീറ്റേഷൻ ആയിട്ട് എടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ആ ഒരു ആർട്ടിക്കിൾ കൺസിഡർ ചെയ്യാത്തതും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ ഈ 3 ആർട്ടിക്കിൾസ് നല്ല വിശദമായിട്ട് നമുക്ക് പഠിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു പ്രിലിംസിന് MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണിത്, എ ലുക്ക് അറ്റ് ഓൺഗോയിങ് ഇന്ത്യൻ സ്പേസ് മിഷൻസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ ഇന്ന് വരാൻ കാരണമായ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ബിക്കോസ് ഇന്ത്യയിൽ ഓഗസ്റ്റ് 23 നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ടാണ്, ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ടാണ് ഇനി മുതൽ ആചരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആചരണം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ വർഷമാണ്. ബിക്കോസ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ചന്ദ്രയാൻ 3 സക്സസ്ഫുൾ ആയിട്ട് മൂണിന്റെ സർഫസിൽ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ തൊട്ട ഈ പറഞ്ഞ ദിവസമായിരുന്നു. അതും സൗത്ത് പോളിൽ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ലൂണാർ സൗത്ത് പോൾ, ഐ മീൻ മൂണിന്റെ സൗത്ത് പോളിൽ സക്സസ്ഫുൾ ആയിട്ട് ഒരു മിഷൻ ലാൻഡ് ചെയ്യിക്കുന്ന രാജ്യമായിട്ട് ആരെന്ന് മാറി? ഇന്ത്യ മാറി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡേയെ നമ്മൾ ഇന്ത്യൻ നാഷണൽ സ്പേസ് ഡേ ആയിട്ടൊക്കെ തന്നെ ആചരിക്കുന്ന പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ചന്ദ്രയാൻ 3 ഇറങ്ങിയ ആ ഒരു പോയിന്റ് ശിവശക്തി പോയിന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ത്യ അതിനെ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവ അങ്ങനെ ഒരുപാട് അപ്ഡേഷൻസ് നടന്നൊരു ദിവസം ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്പേസ് മിഷനകത്ത് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേ ആയതുകൊണ്ട് ഓഗസ്റ്റ് 23 നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. സോ അതിന്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മെയിൻലി ഈ വർഷത്തെ ആർട്ടിക്കിൾസ് ആണ്. ഈ വർഷത്തെ പ്രധാനമായിട്ടും ISRO കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള സ്പേസ് മിഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അത് നമുക്ക് കുറെ കൂടെ പറയുകയാണെങ്കിൽ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ് പഠിക്കാനായിട്ടുള്ളത്. സോ അത്തരത്തിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്പേസ് മിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആദിത്യ L1 മിഷൻ ആണ്. ആദിത്യ L1 മിഷനെ കുറിച്ചിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദിത്യ L1 മിഷൻ നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഈ ISRO കണ്ടക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മിഷൻസിനൊക്കെ പേര് കൊടുക്കുന്ന പലപ്പോഴും അതിന്റെ ആ ഒരു ഏത് പോയിന്റിലേക്കാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ പേരിനകത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം ചന്ദ്രയാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, അതിനകത്ത് ആ ചന്ദ്രൻ അല്ലെങ്കിൽ മൂൺ എന്നുള്ളൊരു വാക്ക് കൃത്യമായിട്ട് അതിനകത്ത് കയറി വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ മംഗൾയാൻ എന്നുള്ളൊരു ഈ പറഞ്ഞ പോലെ പ്രൊജക്ട് ISRO കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മാർസിലേക്കുള്ളത് മംഗൾയാൻ. ആ ഒരു പോയിന്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആദിത്യ L1 എന്ന് പറയുമ്പോൾ ആദിത്യ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആദിത്യൻ എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ സൂചിപ്പിക്കുന്നത് സൂര്യനെ കുറിച്ചാണ്, സണ്ണിനെ കുറിച്ചിട്ടാണ്. സോ ആദിത്യ L1 എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന ഈ മിഷൻ സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണെന്നും L1 എന്ന് പറയുന്ന ആ ഒരു
മിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് ആണ്. അതിനെ L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയും. ലഗ്രാഞ്ചെ പോയിന്റ് അടുത്ത സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഭൂമിക്കും അതേപോലെ തന്നെ സൂര്യനും ചുറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കുറെ അധികം ഈ പോയിന്റുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോൺ ആസ് L1, L2, L3, L4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പോയിന്റുകളെ വിശേഷിപ്പിക്കുന്ന പേരാണ് ലഗ്രാഞ്ചെ പോയിന്റുകൾ. ഇതിൽ തന്നെ ഈ ലഗ്രാഞ്ചെ പോയിന്റുകളിൽ നമ്മളിപ്പോൾ ഈ ഒരു ആദിത്യ L1 മിഷൻ വിട്ടിരിക്കുന്നത് L1 എന്നുള്ള ഈ ആദിത്യ L1 എന്നുള്ള സൂചിപ്പിക്കുന്ന ഈ പോയിന്റിലേക്കാണ് നമ്മൾ ആ മിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. L1 എന്നുള്ള ഒരു പോയിന്റിലേക്കാണ്. ഈ L1 എന്നുള്ള പോയിന്റ് പ്രത്യേകത താരതമ്യേന കുറച്ചൊരു സ്റ്റേബിൾ ആണ്. മറ്റു ലഗ്രാഞ്ചെ പോയിന്റുകളിൽ നിന്നും താരതമ്യേന സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് L1 എന്നുള്ളൊരു പോയിന്റ് സൂചിപ്പിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം സൂര്യനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് കറസ്പോണ്ടിംഗ്ലി നമ്മുടെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യണം. അതിനെല്ലാം ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന ഒരു പൊസിഷൻ കൂടിയാണ് ഈ L1 ഈ പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദിത്യ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് ടുവേർഡ്സ് സൺ എന്നുള്ളതും L1 സൂചിപ്പിക്കുന്നത് അത് ചെന്ന് എത്തി നിൽക്കുന്ന പോയിന്റ് ലഗ്രാഞ്ചെ പോയിന്റ് 1നെയുമാണ് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. സോ ആദിത്യ L1 മിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്ത കഴിഞ്ഞ വർഷമാണ് സെപ്റ്റംബർ 2-ാം തീയതിയാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ വർഷം അതുപോലെ ഈ വർഷമൊക്കെ തന്നെ നടത്തിയ പ്രധാനപ്പെട്ട മിഷൻസിനെയാണ് ഇതിനകത്ത് വാർത്ത വന്നിരിക്കുന്നത്. So it was launched onto the halo orbit around the sun, Earth Lagrange points L1ലേക്കാണ് മിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ടു പ്രൊവൈഡ് അൺഇന്ററപ്റ്റഡ് വ്യൂ ഓഫ് സൺ ഫോർ പ്രൊലോങ്ഡ് പീരിയഡ്സ്. സൂര്യനെ ഈ പറഞ്ഞ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, സൂര്യനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഓരോന്നും കൃത്യമായിട്ട് ഓരോരോ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ആദ്യത്തെ L1 മിഷന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് പറയപ്പെടാനായിട്ടുള്ളത്. സോ ഈ ഒരു പോയിന്റുകളിലൂടെ ഈ പറഞ്ഞ പോലെ L1 എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇത് ഫസ്റ്റ് ലഗ്രാഞ്ച് പോയിന്റ് ആണ്. ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് സൺ. ഇവിടെ നോക്കി ഈ പോയിന്റ് തന്നെ സൂചിപ്പിക്കും ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളിനെ അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന കാരണമാണ് താരതമ്യേന ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ L1 ആയി നിൽക്കുന്നതും അവിടെ ഒരു കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ പൊസിഷൻ ആണ് കമ്പയർഡ് ടു അതർ ഈ പറഞ്ഞ ലഗ്രാഞ്ച് പോയിന്റ്സിനെക്കാളും കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട് L1നെ വിലയിരുത്തപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു വലിയ രീതിയിൽ ഇന്ററപ്ഷൻസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രപ്ഷൻസ് ഇല്ലാതെ തന്നെ സൂര്യനെ കൃത്യമായിട്ട് വാച്ച് ചെയ്യാനായിട്ട് L1ൽ നിന്ന് സാധിക്കും എന്നുള്ള കാര്യം പറയപ്പെടുന്നത്. ഓക്കെ. സോ പിന്നെ രണ്ടാമത്തെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത ഒരു മിഷനാണ് നമ്മുടെ ഗഗൻയാൻ മിഷൻ. ഇപ്പം ഗഗൻയാൻ മിഷനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ ഇന്ന് നമ്മുടെ പത്രത്തിനകത്ത് ഉണ്ടായിരുന്നു. കാരണം ഗഗൻയാൻ മിഷൻ നേരത്തെ പറഞ്ഞിരുന്നത് ഈ വർഷം 2024 നമ്മൾ ലോഞ്ച് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിന്റെ ഫസ്റ്റ് ഫേസ്. അപ്പോൾ ഇന്ന് പത്രത്തിൽ നമുക്ക് അപ്ഡേഷൻ ഉണ്ട്. ഗഗൻയാന്റെ ഫസ്റ്റ് ഫേസ് ആയ മീൻ അൺമാൻഡ് ആയിട്ടുള്ള ഒരു ക്രൂ മൊഡ്യൂൾ ഈ പറഞ്ഞ പോലെ ഈ വർഷം ഡിസംബറിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. സോ ആ അൺമാൻഡ് ആയിട്ടുള്ള മിഷൻ കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗഗൻയാൻ എന്ന് പറയാൻ മാൻഡ് മിഷനാണ്. മനുഷ്യനെ സ്പേസിലേക്ക് അയക്കുന്ന മിഷനാണ്, തിരികെ കൊണ്ടുവരികയും ചെയ്യണം. അപ്പൊ അൺമാൻഡ് മിഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു മാൻഡ് മിഷനിലേക്കുള്ള ഒരു ഫ്യൂവൽ ആയിട്ട് തീർച്ചയായിട്ടും അത് നമുക്ക് മാറും. സോ അതിനേക്കുള്ള ഒരു പടിയായിട്ട് ഈ ഡിസംബറിൽ ഗഗൻയാൻ മിഷന്റെ ഫസ്റ്റ് ലോഞ്ച് നടക്കുകയാണ്. ഫസ്റ്റ് അൺമാൻഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് നടക്കുകയാണ്. സോ ഇതൊരു 3-ഡേ മാൻ മിഷനാണ്. ശരിക്കും ഗഗൻയാൻ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്കുള്ള ഒരു മിഷനാണ്. 3 ദിവസം ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ക്രൂ ആയി പോകുന്ന സ്പേസ് ഷിപ്പ് ഈ പറഞ്ഞ പോലെ 3 ദിവസം നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നമ്മുടെ ഈ പറഞ്ഞ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഏകദേശം ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റ് ആണ് ലോ എർത്ത് ഓർബിറ്റ്, ബഹിരാകാശം. സോ അവിടെ ഈ പറഞ്ഞ പോലെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെ റിയാക്ഷൻസും കാര്യങ്ങളും പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം തിരികെ ആ ക്രൂ ഈ പറഞ്ഞ പോലെ സേഫ്ലി ബാക്ക് ടു എർത്തിലേക്ക് വരണം. സോ ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അൺമാൻഡ് മിഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അതിനുശേഷം മാൻഡ് മിഷനിലേക്ക് പോകുന്നത്. സോ ദർ ആർ ആസ് പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം 2 അൺമാൻഡ് മിഷൻസ് ഉണ്ടാവും ആൻഡ് 1 മാൻഡ് മിഷൻ ആണുള്ളത്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്ത് നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് 2 അൺമാൻഡ് മിഷൻസ് നടക്കണം. ഇതിലേക്കുള്ള ഫസ്റ്റ് അൺമാൻഡ് മിഷൻ ആണ് ഇപ്പോൾ ഈ ഡിസംബറിൽ നടക്കാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് മാൻഡ് സ്പേസ് ഫ്ലൈറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ടേക്ക് പ്ലേസ് ഇൻ 2024. 2024 സാധ്യത കാണുന്നില്ല, ബട്ട് ഈ പറഞ്ഞ പോലെ എനിവേ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഈ വർഷം ഡിസംബറിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ ഗഗൻയാൻ മിഷൻ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് നേഷൻസിന്റെ പട്ടികയിലേക്ക് ഇന്ത്യ കയറും. സക്സസ്ഫുൾ ആയിട്ട് മനുഷ്യനെ സ്പേസിലേക്ക് കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്നിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക്. അതായത് നിലവിൽ അതിനകത്തുള്ളത് US-ഉം റഷ്യയും ചൈനയും മാത്രമാണ്. സോ ഇന്ത്യക്കും കൂടെ അതിലേക്ക് കയറാനായിട്ടുള്ള വഴിയാണ് ഇതിലൂടെ ഒഴുക്കി നൽകുന്നത്. ഗഗൻയാൻ മിഷനിലൂടെ നമുക്ക് ഒരുക്കി കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയാണ് ഗഗൻയാൻ മിഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ അടുത്തൊരു മിഷനകത്ത് ഡിസ്കസ് ചെയ്തതാണ് ഇൻസാറ്റ് 3DS. ഓക്കെ, ഇൻസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി മിക്കവാറും ഇൻസാറ്റ് സാറ്റലൈറ്റ് ഒക്കെ തന്നെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളായിരിക്കും. ഓക്കെ, സോ ഇൻസാറ്റ് ഇവിടെയും ഈ 3DS എന്ന് പറയുന്ന ഇൻസാറ്റിന്റെ സാറ്റലൈറ്റ് ഇത് ISROയും അതേപോലെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഓർഗനൈസേഷനും കൂടെ ചേർന്ന് സഹകരിച്ച് നടത്തുന്ന ഒരു സാറ്റലൈറ്റ് മിഷൻ ആയിരുന്നു. ഇത് ലോഞ്ച് ചെയ്തു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിവേ ഈ ഒരു മിഷൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. IMD അഥവാ ഇന്ത്യൻ മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അത് തീർച്ചയായിട്ടും ആ ഒരു എർത്ത് ഒബ്സർവേഷൻ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. സോ ദിസ് ഇൻസാറ്റ് 3DS ഈസ് പാർട്ട് ഓഫ് എ സീരീസ് ഓഫ് ക്ലൈമറ്റ് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്സ് ആണ് എയിംഡ് അറ്റ് എൻഹാൻസിംഗ് ക്ലൈമറ്റ് സർവീസസ്. ക്ലൈമറ്റ് മോണിറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് മിഷനാണ് ഇൻസാറ്റ് 3DS. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട്
ഇൻസാറ്റ് 3Dയും ഇൻസാറ്റ് 3DR ഓൾറെഡി തന്നെ ഓർബിറ്റിലുണ്ട്. അതിന്റെ ഒരു കൂടിച്ചേരാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ടാണ് ഇൻസാറ്റ് 3DS കൂടെ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ സാറ്റലൈറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ്, ഈ സാറ്റലൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത് ഏത് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ്? GSLV ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ്. ബിക്കോസ് ഇതൊരു പരീക്ഷണം കൂടിയായിരുന്നു. കാരണം അപ്കമിംഗ് ആയിട്ടുള്ള ISRO മിഷൻ ഉണ്ട്, നിസാർ മിഷൻ എന്ന് പറയും. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് മിഷൻ എന്ന് പറയും, നിസാർ. ഓക്കെ, നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് മിഷൻ. ഈ നിസാർ മിഷൻ ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന GSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അത് സക്സസ്ഫുൾ ആയിട്ട് നടക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിലേക്ക് ഒരു പരീക്ഷണമായിരുന്നു ഈ ഇൻസാറ്റ് 3DS നമ്മൾ ഏത് ഉപയോഗിച്ച് വിക്ഷേപിച്ചത്? GSLV റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ചത്. അപ്പൊ ആ രീതിയിൽ അത് സക്സസ്ഫുൾ ആയിരുന്നു. അത് സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതും വലിയ കാര്യം തന്നെയായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത പറഞ്ഞ പോയിന്റ്, നമ്മുടെ റീസെന്റ് തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെയും സക്സസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ഫ്ലൈറ്റ് ISRO കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ISRO റീസെന്റ് ഡെവലപ്പ് ചെയ്തെടുത്ത ആ ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. ഇതിന്റെ പേര് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചില എക്സാംസിനൊക്കെ ചോദിക്കാം. പുഷ്പക് ISRO റീസെന്റ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്ത റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ പേര് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർത്തേക്കുക, പുഷ്പക് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പേര്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ റോക്കറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ലോഞ്ച് വെഹിക്കിൾസ് ആയിട്ടിരിക്കുന്നത്, ഈ റോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര വലിയ പോയിന്റ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ അതിന്റെ ടിപ്പ് പോർഷനിലായിരിക്കും മെയിൻലി ഈ പറഞ്ഞ ഈ ഒരു ടിപ്പ് പോർഷനിലായിരിക്കും സാറ്റലൈറ്റ്സ് നമ്മൾ വെക്കുന്നത്. അതിന് താഴേക്കുള്ള ഓരോ പോയിന്റുകളും അതിന്റെ ഓരോ സ്റ്റേജുകളിലായിട്ട് താഴേക്ക് ഒരു പക്ഷേ നിങ്ങൾ സാറ്റലൈറ്റ് ലോഞ്ചിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കും. ദെൻ ലോഞ്ച് വെഹിക്കിൾസ് ആയിട്ട് ഈ റോക്കറ്റിന്റെ സൈഡിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ PSLV GSLV എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നു. ശരിവേ, ഇത്തരത്തിലുള്ള ഈ സൈഡിലുള്ള സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സ് മിക്കവാറും തന്നെ ഇവർ ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റിനെ പോയി ഓരോ സ്റ്റേജ് കഴിയുമ്പോഴേക്കും അവ താഴേക്ക് വരും. ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഒരു സ്പേസ് മിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് നല്ലൊരു തുക വരുന്നുണ്ട്. നമുക്കറിയാം, അല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ സ്പേസ് മിഷൻ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് മിഷൻസിനകത്ത് ഇത്തരത്തിലുള്ള എന്താ പറയുക, റോക്കറ്റ് ലോഞ്ചിങ് ഈ പറഞ്ഞ പോലെ മോട്ടോഴ്സും അല്ലെങ്കിൽ അതിന്റെ എഞ്ചിൻസും കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, അതായത് ആഫ്റ്റർ ദ ലോഞ്ചിന് ശേഷം ഇത് എങ്ങനെയാണ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുവാണെങ്കിൽ വീണ്ടും അടുത്ത മിഷൻസ് നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലേക്കുള്ള ഒരു നാഴികക്കല്ലാണ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ആണ് ഈ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ലോഞ്ചിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ സാധനം ഈ ഇവിടെ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള ആ വസ്തു തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങിപ്പോയിരുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഈ പറഞ്ഞ പോലെ ലോഞ്ചിന് ഉപയോഗിക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ലോഞ്ചസിന് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കോസ്റ്റ്, ഈ ഒരു ലോഞ്ചിങ്ങിനുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനുള്ള കോസ്റ്റ് നമുക്ക് താരതമ്യേന കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് മൾട്ടിപ്പിൾ ലോഞ്ചസും ലാൻഡിങ്സും ഇവയ്ക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ദീസ് ആർ ബേസിക്കലി റോക്കറ്റ്സ് ആണ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ് ഫോർ സ്പേസ് മിഷൻസ്. അൺലൈക്ക് ട്രഡീഷണൽ ആയിട്ട് റോക്കറ്റുകൾ പോലെയല്ല, വേർ ഈച്ച് സ്റ്റേജ് ഇസ് ഡിസ്കാർഡ് ആഫ്റ്റർ യൂസ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ അവ പുറത്തേക്ക് മാറ്റി കളയുകയാണ് ചെയ്യുന്നത്. അതിനുമാതിരി ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് മൾട്ടിപ്പിൾ ലോഞ്ചസിന് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഒരു ആർട്ടിക്കിളിനകത്ത് വന്നിരുന്നു, ഇതാണ് ആ ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഈ ഒരു വാർത്തയ്ക്കകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് സാറ്റലൈറ്റ് മിഷൻസിനെ കുറിച്ചിട്ടാണ്. കാരണം ഈ മിഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, കാരണം അപ്കമിംഗ് ആയിട്ടുള്ള എക്സാംസിന് ഒരുപക്ഷെ ഇവയെ കുറിച്ചിട്ടൊക്കെ ചോദ്യം വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. സോ ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. അടുത്ത ആർട്ടിക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശിലെ ഫ്ലഡ്സിനെ കുറിച്ചിട്ടാണ്. ത്രിപുര ഡാം ഡിഡ് ഇൻ കോസ് ബംഗ്ലാദേശ് ഫ്ലഡ്സ്, സെയ്സ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നാണ് വാർത്തയുടെ ഹെഡ്ലൈൻ. കാരണം ഇങ്ങനെ ബംഗ്ലാദേശിൽ അവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ ഇപ്പം ഓൾറെഡി തന്നെ ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം ഇവിടെ ഒരു ഡാം ഓപ്പൺ ചെയ്തുകൊണ്ടിട്ടാണ് ബംഗ്ലാദേശിൽ ഫ്ലഡ് ഉണ്ടായത് എന്ന് പറഞ്ഞ രീതിയിലാണ് അവിടെ വാർത്തകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലെല്ലാം മഴ ഉണ്ടായെന്നുള്ളത് സത്യാവസ്ഥയാണ്. കാരണം ബിക്കോസ് പറഞ്ഞ പോലെ ബംഗ്ലാദേശിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ഈ ത്രിപുര എന്ന് പറയുന്ന ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വെള്ളപ്പൊക്കം വന്നത്. ആ മഴ ശക്തിയാകുമ്പോൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവിടേക്കുള്ള ഡാമുകളിൽ വെള്ളം നിറയാനായിട്ടും ഡാമുകളിലെ സേഫ്റ്റി കണക്കാക്കി ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു സേഫ് ലെവലിലേക്ക് വാട്ടർ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാറുമുണ്ട്. അത് നോർമലി നമുക്ക് അറിയാവുന്നതാണ്. അത്തരത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരുപക്ഷെ വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ ഡാം തുറന്നുകൊണ്ടിട്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചത്, ഫ്ലഡ് ഉണ്ടായത് എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ എനിവേ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നു കഴിയുമ്പോൾ ഇത് ഇന്റർനാഷണലൈസേഷന്റെ ഒരു പെർസ്പെക്റ്റീവിനകത്തുണ്ട്, ഇന്ത്യ ബംഗ്ലാദേശ് എന്നുള്ള കാര്യം. അപ്പൊ ഇതിലൂടെ നമ്മൾ ആദ്യം നോക്കിയിരിക്കേണ്ടത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കി വെച്ചേക്കാം. ഈ മാപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ നിങ്ങൾക്ക് ബംഗ്ലാദേശിനെ കാണാം,
ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വെസ്റ്റ് ബംഗാൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ആസാം ഉണ്ട്, ദെൻ മേഘാലയ, ദെൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ത്രിപുര, ദെൻ മിസോറാം. അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെയാണോ ഒന്നുകൂടെ പറയാം: വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്നത് ത്രിപുരയാണ്. കാരണം ത്രിപുരയിലും ഈ ഒരു സൗത്ത് പ്രദേശങ്ങൾ കേന്ദ്രീയ ത്രിപുരയിലും ഈ ബംഗ്ലാദേശിലെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡാം ഉണ്ടല്ലോ, ത്രിപുരയിൽ ഒരു ഡാം നമ്മൾ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡാമാണ് ദുംബൂർ ഡാം. ഓക്കെ, ദുംബൂർ ഡാം. ഇതും വേണേൽ പരീക്ഷയ്ക്ക് ചോദിക്കാനാണ്. ദുംബൂർ ഡാം റീസെന്റ് സീൻ ഇൻ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഈ ദുംബൂർ ഡാം ഉള്ളത് ത്രിപുരയിലാണ്. ത്രിപുരയിൽ ഈ പറഞ്ഞ പോലെ ഗുംതി റിവറിലാണ് ഏത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈ ദുംബൂർ ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ഗുംതി റിവറിനെ കുറിച്ച് നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എനിവേ, ഇതാണ് ഗുംതി റിവറിന്റെ ആ ഒരു റിവർ മാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഗുംതി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ത്രിപുരയിലാണ്. ത്രിപുരയിലെ അമർപൂരിലാണ് ഈ പറഞ്ഞ പോലെ ഗുംതി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നും ഇത് ഒഴുകി ഉദയ്പൂർ ഒക്കെ ഒഴുകി ഈ പറഞ്ഞ പോലെ ഈ പോയിന്റിലാണ്. ഇതാണ് ഇന്റർനാഷണൽ ബോർഡറി ലൈൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ബംഗ്ലാദേശ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങോട്ടേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ ഡാം സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലേക്കാണ്. ആ ഡാമിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ആ ഡാമിൽ സേഫ്റ്റി ലെവൽ കൺസിഡർ ചെയ്ത് അതിന്റെ ഗേറ്റ് ഓപ്പൺ ആയി പോയതാണ്. ബിക്കോസ് ഒരു പരിധിയിൽ കൂടുതൽ ഡാമിൽ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലോ. കാരണം അതിന്റെ സേഫ്റ്റി കൂടെ നോക്കണമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അതിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. മാനുവലി ഓപ്പറേറ്റഡ് അല്ല, ഓട്ടോമാറ്റിക്കലി ആണ്. ഒരു സേഫ് ലെവലിൽ മുകളിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡാം ആ ഒരു സേഫ് ലെവലിലേക്ക് വെള്ളം കൊണ്ടുവരാനായിട്ട് ഓപ്പൺ ആവും. സോ അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴേക്കുമാണ് ആ വാട്ടർ ലെവൽ റൈസ് ആയതും ഇപ്പോഴത്തേക്ക് വെള്ളം കൂടിയിട്ടുണ്ട്. ബട്ട് നമ്മൾ ആ ഡാം ഓപ്പൺ ചെയ്തുകൊണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായെന്നുള്ള കാര്യം ഓർക്കുക. നല്ല രീതിയിലുള്ള മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിന് എക്സാമിന് വ്യൂ പോയിന്റിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ നോക്കുക. ദെൻ ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ഗുംതി റിവർ ഇതിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്. മെയിൻലി പറയുവാണെങ്കിൽ ത്രിപുരയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഈ ഒരു ഗോംതി അല്ലെങ്കിൽ ഗുംതി എന്നൊക്കെ പറയുവാണെങ്കിൽ, ആ ഒരു റിവർ എന്ന് പറയുവാണെങ്കിൽ. സോ അതിലെ ആ ഒരു ഡാമിന്റെ പേരാണ് ദുംബൂർ ഡാം. ഓക്കെ, ദുംബൂർ ഡാം അപ്പൊ ഏത് നദിയിലാണ്? ഗോംതി അല്ലെങ്കിൽ ഗുംതി നദിയിലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ. ദുംബൂർ ഡാം എന്ന് പറയുമ്പോഴേക്കും ഇറ്റ്സ് ബിൽറ്റ് ഓൺ ദ ഗുംതി റിവർ വിച്ച് ഫ്ലോസ് ത്രൂ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യക്കും ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ഈ ഒരു നദിയാണ് ഗുംതി റിവർ. അതിലെ സ്ഥാപിച്ചിരിക്കുന്ന ഡാമാണ് ദുംദൂർ ഡാം എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, സോ ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. സോളാർ മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ചിട്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഫൈൻഡ്സ് എ നോവൽ വേ ടു എക്സ്പ്ലോർ ദ സൺസ് സീക്രറ്റ്സ് ബൈ സ്റ്റഡിങ് സോളാർ മാഗ്നറ്റിക് ഫീൽഡ്സ് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ഒരു പോയിന്റ് ആണ്, അതായത് ഇപ്പം പഠനങ്ങൾ നടത്താനായിട്ട് പോകുന്നുള്ളൂ. അതായത് സൂര്യന്റെ ഈ പറഞ്ഞ സോളാർ മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ചിട്ട് പഠനം നടത്താനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് പുതിയൊരു രീതി എന്ന് പറഞ്ഞാൽ മെയിൻലി ടെലസ്കോപ്പ് ആണ്, ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ആണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെയാണുള്ള ടെലസ്കോപ്പ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ കൊടൈക്കനാൽ ടവർ ടണൽ ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ പഠനങ്ങൾ നടത്താനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നല്ലതായിരിക്കും. അതായത് പ്രധാനമായിട്ട് ഇവിടെ തന്നെ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ, ഈ ന്യൂസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂര്യന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ സണ്ണിന് സെവറൽ ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ ആ ഒരു സൂര്യന്റെ നല്ല ആ ഒരു പ്രകാശം കാരണം എല്ലാം നമുക്ക് നെയ്ക്കഡ് കൊണ്ടൊന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ, കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഈ പറഞ്ഞ നമ്മൾ നോക്കുവാണെങ്കിൽ സൂര്യന്റെ കാര്യത്തിൽ വേരിയസ് ലേയേഴ്സ് ഉണ്ട്. ദ സോളാർ അറ്റ്മോസ്ഫിയർ ഇസ് കമ്പോസ്ഡ് ഓഫ് വേരിയസ് ലേയേഴ്സ് ഇന്റർ കണക്റ്റഡ് ത്രൂ മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പോൾ ഈ വേരിയസ് ലേയേഴ്സ് ആയ കൊറോണ, അതുപോലെ തന്നെ ഫോട്ടോസ്ഫിയർ, അങ്ങനെയുള്ള ഓരോരോ ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്യപ്പെടുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? ഈ സോളാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് സൂര്യന്റെ ഈ പറഞ്ഞ ലേയേഴ്സ് ഒക്കെ തന്നെ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഓർക്കാം. അത് മാത്രമല്ല, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും പറഞ്ഞ കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യുന്നത്. അതായത് സൂര്യന്റെ ഈ പറഞ്ഞ പോലെ അകത്തുള്ള ലെയേഴ്സിലുള്ള ടെമ്പറേച്ചർ ഈ പുറത്തേക്ക് എത്തിക്കാനായിട്ട്, ഈ ഓരോ ലെയറുകൾ തമ്മിലുള്ള കണക്ഷൻ പോലെ ആക്ട് ചെയ്യുന്നതാണ് ആര്? ഈ ഒരു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുകൾ. സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് അകത്തെ ലെയറിൽ നിന്നുള്ള ടെമ്പറേച്ചർ പുറത്തെ ലെയറിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുകയും ആ ടെമ്പറേച്ചറാണ് ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നത് എന്നുള്ളതാണ് നിലവിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സോ ആ പഠനങ്ങളെ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോളാർ വിൻഡുകൾ അല്ലെങ്കിൽ സോളാർ ഫ്ലെയർ
ഫ്ലെയറുകളൊക്കെ തന്നെ കോസ് ചെയ്യാറുണ്ട്. എന്താണ് സോളാർ ഫ്ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തരത്തിൽ ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഫീൽഡുകൾ വൈൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് എനർജി സ്റ്റോർഡ് ആവും. സോ വൈൻഡ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അൺവൈൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അൺട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പൊടുന്നനെ പെട്ടെന്ന് ഓൺ എ റാപ്പിഡ് സെൻസ് ഒരുപാട് എനർജി പുറത്തേക്ക് തള്ളും. ആ എനർജി പുറത്തേക്ക് തള്ളുന്നതാണ് സോളാർ ഫ്ലെയറുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠനം നടത്താനായിട്ടൊക്കെയാണ് ഈ ഒരു ടെലിസ്കോപ്പിന്റെ സഹായം, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ കൊടൈക്കനാൽ ടണൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പഠനം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ ഇതുപോലുള്ള വാർത്തകൾ ഇത് പഠനം നടത്താൻ പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും ആ പഠനത്തിനിടയിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴേക്കും ഇതുപോലെ വാർത്തകൾ വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം തീർച്ചയായിട്ടും ഒന്നുകൂടെ അതിനെ ഡീപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ 3 ആർട്ടിക്കിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്, ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്, ടു സ്റ്റേറ്റ്മെന്റ് MCQ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്, സെലക്ട് ദ കറക്റ്റ് ആൻസർ എന്നാണോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് A ഓപ്ഷൻ ചൂസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി, ഒന്ന് തെറ്റും രണ്ടാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് B ഓപ്ഷൻ ചൂസ് ചെയ്യാം. രണ്ടും ശരിയാണെങ്കിൽ C ഓപ്ഷനും, രണ്ടും തെറ്റാണെങ്കിൽ D ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആൻസർ ചൂസ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്